തിരുവനന്തപുരത്ത് ജയിച്ചാൽ തിരുവനന്തപുരം മണ്ഡലത്തിന് ഒരുപാട് പ്രയോജനമുള്ള സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അദ്ദേഹത്തിന് അല്പം ഒരു ഉളുപ്പ് വേണമെന്നാണ്. അതെന്താണ് അങ്ങനെ പറയാൻ? അല്ല, അദ്ദേഹത്തിൻ്റെ അല്ലേ സാർ ഈ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ചാനൽ? ഞാൻ ഇന്ന് രാവിലെ, അദ്ദേഹം ബി ജെ പിയുടെ കാൻഡിഡേറ്റാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ നേതാവ്. ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചാനലിൽ 2 പരിപാടികൾ കണ്ടു. രാവിലെ 9:30 ടെലികാസ്റ്റ് ചെയ്താണ്. വോട്ടുമ്മൽ ഗേൾസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇന്ന് തൃശ്ശൂർ മണ്ഡലത്തിലാണ്. ഏഷ്യാനെറ്റിൻ്റെ 4 പെൺകുട്ടികളാണെന്നോ വനിതാ റിപ്പോർട്ടർമാരെ അവതരിപ്പിക്കുന്ന ഒരു ശിങ്കാരി മേളമൊക്കെ കൊട്ടുന്ന കുടുംബശ്രീ ശിങ്കാരി മേള ടീമിനൊപ്പം നിന്ന് ആർത്തുല്ലസിച്ച് ചെണ്ടമേളത്തിനോടൊപ്പം തുള്ളി മറിഞ്ഞ് നടത്തുന്ന പരിപാടിയാണ്. അതിനിടയ്ക്ക് ഒരു ലേഖിക ആ ഒരു ചെണ്ടക്കാരോട് ചോദിക്കുന്നു, ഒരാൾ കുറേ കാലമായിട്ട് തൃശ്ശൂർ എടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, വല്ലതും നടക്കുമോ? ഉടനെ മറുപടി, ഉണ്ടാവും. അത് എനിക്കും ആഗ്രഹിക്കാം, എനിക്ക് തൃശ്ശൂർ എടുക്കാമെന്ന് ആഗ്രഹിക്കാം. പക്ഷേ അത് യഥാർത്ഥ കൈകളിൽ തന്നെ ഈ പ്രാവശ്യം എത്തുമെന്ന് ഞങ്ങൾ പറയുന്നു. രണ്ടാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി കുറേ പ്രാവശ്യം ഇവിടെ വന്നല്ലോ, നിങ്ങൾ പോയി കണ്ടായിരുന്നോ? അയാളെ ആര് കാണാൻ പോകുന്നു? അയാളെ ആര് കാണാൻ പോകുന്നു? ഇല്ല, പ്രധാനമന്ത്രി ഞങ്ങൾക്ക് കാണണ്ട. ഇങ്ങനെ ഇത്രത്തോളൊക്കെ ആക്കി നശിപ്പിച്ച അയാളെ ഞങ്ങൾക്ക് ഇനി കാണണ്ട. തീർന്നില്ല. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും ലൈവാണ്. മൂന്നാമത്തെ ചോദ്യം വേറൊരു ലേഖിക ചോദിക്കുന്നു, അല്ല നമ്മുടെ മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു കൃത്യമായ രാഷ്ട്രീയ പ്രചാരണമല്ലേ? ഏഷ്യാനെറ്റ് കൈരളിയാവുക തീർന്നില്ലേ സാർ? അവരുടെ മറ്റൊരു പ്രോഗ്രാം, അതിൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ ആളുകളുടെ ഒപ്പീനിയൻ പറയുന്ന ഒരു മൈക്കൊക്കെ കാണിച്ചിട്ട് പോകുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ പ്രൊമോ. ഒരാൾ വന്നിട്ട് പറയുന്നു, ഒരു മുസ്ലിം പറയുകയാണ്, ഞാൻ എന്തൊക്കെ വന്നാലും ഈ നാട് വിട്ടൊന്നും പോകത്തില്ല, മോദിയല്ല മോദിയുടെ അപ്പനെന്നായിരിക്കും ഉദ്ദേശിച്ചത്. അത്ര വെച്ച് കട്ടിക്കുന്നു. പിന്നെ ഒരു തട്ടവിട്ട സ്ത്രീ പറയുന്നു, നരേന്ദ്രമോദിയെ പോലൊരു അഴിമതിക്കാരൻ വേറെയുണ്ടോ? അത് കഴിഞ്ഞ് വേറൊരു മനുഷ്യൻ എന്തോ പറയുന്നുണ്ട്, ഞാൻ കേട്ടില്ല. ഇത്ര കേട്ട 3 പേരിൽ 2 പേരുടെയും ടൂണ. ഇതാണ് പ്രൊമോ. ഇടയ്ക്കിടയ്ക്ക് വാർത്തയുടെയും മറ്റു പരിപാടികളൊക്കെ കാണിക്കുന്ന പ്രൊമോ. അതായത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ BJP സർക്കാരിൻ്റെ മന്ത്രി, നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലെ മന്ത്രി, തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുടെ ചാനലിൽ BJPക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ നിരന്തരം ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈരളി പോലും ചെയ്യാത്ത കാര്യമാണ് ഏഷ്യാനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം, തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ അദ്ദേഹം വീണ്ടും കേന്ദ്രമന്ത്രിയാവും. ഒരു നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാകെ പരിഹരിക്കാൻ ഇടപെടേണ്ട ഇദ്ദേഹത്തിന് സ്വന്തം ചാനൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉടുപ്പുണ്ടോ എന്നെങ്കിലും കുറഞ്ഞ പക്ഷം ചോദിക്കണ്ടേ? ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പരാജയപ്പെടുത്താൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം. എന്നിട്ട് അദ്ദേഹം BJPക്കാരുടെ വോട്ട് തേടി മത്സരിക്കുന്നു. ഇതിൽ രാജീവ് ചന്ദ്രശേഖർക്ക് വേണ്ടി ഫീൽഡിൽ പ്രവർത്തിക്കുന്ന BJPക്കാർക്ക് തീർച്ചയായിട്ടും ഇതിൽ പ്രയാസമുണ്ട്, കടുത്ത പ്രയാസമുണ്ട്. ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലെ BJP പ്രവർത്തകരോട് സംസാരിച്ചു. അവരോട് പറഞ്ഞു, ഞാൻ ഇന്നിങ്ങനെ ഒരു ടോക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്യണം ചേട്ടാ എന്നാണ് എന്നോട് ആ മണ്ഡലത്തിലെ ഇദ്ദേഹത്തിന് വേണ്ടി മരിച്ചു പണിയെടുക്കുന്ന BJPക്കാർ പറഞ്ഞത്. ഈ ഏഷ്യാനെറ്റിൻ്റെ പൊളിറ്റിക്സ് നേരത്തെ തന്നെ ഈ പല തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉടമയായ രാജീവ് ചന്ദ്രശേഖർക്ക് അതിൻ്റെ എഡിറ്റോറിയൽ ഉള്ളടക്കം തീരുമാനിക്കുന്നതിലൊരു പങ്കുമില്ലേ? അദ്ദേഹത്തിന് അതിനൊരു ക്രിയേറ്റീവ് സജഷൻ പോലും കൊടുക്കാൻ പറ്റുന്നില്ലേ? ഇതൊരു വൺ സൈഡഡ് പ്രീണന രാഷ്ട്രീയ ആശയങ്ങളിങ്ങനെ പ്രചരിപ്പിക്കുന്ന തരത്തിൽ പോകുന്നത് ശരിയാണോ? അതോ അതിൽ ജോലി ചെയ്യുന്നവരുടെ രാഷ്ട്രീയമാണോ അതിലൂടെ പുറത്തു വരുന്നത്? അതോ ആ ചാനലിന് ഒരു പൊതു സ്വഭാവമുണ്ടോ? ഒരു രാഷ്ട്രീയ കാര്യത്തിൽ അവർക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചുവട് പിടിക്കാതെ നിന്നുകൊണ്ട് നിഷ്പക്ഷത നിലപാടിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ചാനലിനെ ഫോളോ ചെയ്യാൻ ആർക്കാണ് താല്പര്യം? ഇപ്പോൾ കേരളത്തിലെ അനേകം 20 ന്യൂസ് ചാനലുകളുണ്ട് ഈ തരത്തിൽ. അതിൽ ഈ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചാനലുകളിലൊന്നാണ് ഏഷ്യാനെറ്റ്. നമ്പർ 1 ആണ്. അപ്പോൾ അത് നമ്പർ 1 ആയത് ഇതുപോലെയുള്ള ഞങ്ങളുടെ മുതലാളിയുടെ രാഷ്ട്രീയമല്ല ഞങ്ങൾക്ക് എന്ന് കാണിച്ചതുകൊണ്ടാണോ? ഇതൊക്കെ നമുക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അല്ല, മുതലാളിയുടെ രാഷ്ട്രീയം കാണിക്കണ്ട, നിഷ്പക്ഷത കാണിച്ചു. ഒരു പാർട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒരു ചാനൽ പ്രവർത്തനം നടത്താം. അതെ, തീർച്ചയായിട്ടും ഒരു മാധ്യമം ഇങ്ങനെ പ്രത്യക്ഷമായി ഒരു രാഷ്ട്രീയ ഛായ പുലർത്താൻ പാടില്ല. അതതിൻ്റെ ലോങ് ടേമിൽ അതിൻ്റെ വിശ്വാസ്യതയെ തകർക്കും. അതിൻ്റെ പ്രേക്ഷക സമൂഹം അതിൽ നിന്ന് അകന്നു പോകും. ഇത് തിരിച്ചറിയാതെ ഇതിൽ പ്രവർത്തിക്കുന്നവർ
അവരുടെ ആവേശം കാണിക്കുകയാണ്. അതിനകത്ത് തന്നെ മാന്യതയുടെ അതിർവരമ്പ് പോലും ലംഘിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ കൂടിയാണ്. അയാളെന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ എഡിറ്റ് ചെയ്യാതെ കാണിക്കുക. ആരെങ്കിലും അദ്ദേഹം ആരോ ആയിക്കോട്ടെ ഇത്തരം സഭ്യതയുടെ വരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള വാക്കുകളും പ്രയോഗങ്ങളും നടത്തുന്നത് അഭികാമ്യമല്ല. അത് നല്ല മാധ്യമപ്രവർത്തനത്തിന് ഒട്ടും മാതൃകാപരവും അല്ല. ഇതിനിടയ്ക്ക് ഈ ചോദ്യം അദ്ദേഹത്തോട് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖരോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി വളരെ വിചിത്രമായിരുന്നു. എൻ്റെ ഒരു വാർത്ത വരണമെങ്കിൽ പോലും ഞാൻ കാല് പിടിക്കേണ്ട അവസ്ഥയാണെന്ന്. അദ്ദേഹം അന്ന് ഇത് വിറ്റിട്ട് പോകണം. മാത്രമല്ല അത് പച്ചക്കള്ളവുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് കുമരകത്തുള്ള അദ്ദേഹത്തിൻ്റെ റിസോർട്ട് നമ്മുടെ EP ജയരാജനുമായിട്ട് ഒരു വിവാദത്തിൽപ്പെട്ട ആ റിസോർട്ടിന് നേരെ DYFIക്കാർ ആക്രമണം നടത്തി. അന്ന് ആഴ്ചകളോളം ഏഷ്യാനെറ്റ് അതിനെക്കുറിച്ച് നിരന്തരം സ്റ്റോറി ചെയ്തു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അന്നും ഏഷ്യാനെറ്റ് നിലപാട് ഉണ്ടാവേണ്ടതല്ലേ? അപ്പം രാജീവ് ചന്ദ്രശേഖറിന് ഇടപെടേണ്ട സമയത്ത് ഇടപെടാൻ അറിയാം. മുമ്പൊരു തിയറി ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ BJP MP ആണ്, അദ്ദേഹം നിരാശനാണ്, അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടെ ബർത്ത് കിട്ടുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം ഇതിൽ ഏഷ്യാനെറ്റ് ഇങ്ങനെ പോകുന്നതിനൊക്കെ ഖിന്നനായി ഇടപെടാത്താണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കിട്ടി. ഇനി ഒരു പക്ഷേ ജയിച്ചാൽ അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി വരെയാകാം. കേരളത്തിന് അഭിമാനകരമായ ഒരു അവസരമായിരിക്കും കിട്ടും. പക്ഷേ അദ്ദേഹം ഇതിൽ ഇടപെടേണ്ടത് അദ്ദേഹത്തെ പാർട്ടിയെ തോൽപ്പിക്കാൻ, അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കാൻ നിരന്തരം ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അല്ലെങ്കിൽ അത് അങ്ങനെ പോവട്ടെ എന്ന് പറഞ്ഞാൽ അല്ല, ഇത് അല്ലെങ്കിൽ തന്നെ വേറെ ചാനലുകൾ പോലും കാണിക്കാൻ മടിക്കുന്ന കാര്യമാണ്. കാരണം ഒരു പ്രൊമോ ആഡ് ഈ തരത്തിൽ പോകാൻ പാടില്ലല്ലോ. അതെ, ഒരു പ്രൊമോ ആഡ്. മറ്റത് വേണമെങ്കിൽ പറഞ്ഞാൽ ലൈവ് ആയിരുന്നു എന്ന് പറയാം. ലൈവ് എന്നുള്ള റെക്കോർഡറാണ്. സഭ്യത പോലും ഇല്ലാത്ത ഒരു പ്രൊമോ. അതെ, നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം, ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ബിസിനസ് മാത്രമേ നോക്കുകയുള്ളൂ. ഇദ്ദേഹം ഇടയ്ക്ക് വന്നിട്ട് മീറ്റിംഗ് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ചോദിക്കും, നിങ്ങൾ BJPക്കെതിരെ ചെയ്യുന്നുള്ള പരാതി ഉണ്ടല്ലോ, ഉടനെ ഇവരെന്ത് ചെയ്യും? CPM-നെതിരെ ഞങ്ങൾ ഇത്ര സ്റ്റോറി ചെയ്തു, കണക്കുകൾ കാണിക്കും, ഇത്ര സ്റ്റോറി ചെയ്തു, കൺവിൻസ്ഡായി. അപ്പോൾ ഇത് ഉത്തരവാദപ്പെട്ട ആരെങ്കിലും വെച്ചിട്ട് വൃത്തിയായിട്ട് നടത്തുകയല്ലേ വേണ്ടത്? മാത്രമല്ല സാർ, ഇത് ഞാൻ ചോദിക്കുന്നത്, ഈ മാധ്യമങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച്, അവർ BJP വിരുദ്ധതയെക്കുറിച്ചൊക്കെ BJPക്കാരും പ്രധാനമന്ത്രി പോലും പറയാറുണ്ട്. അപ്പോൾ BJP നേതാവിൻ്റെ മാധ്യമം എടുക്കുന്ന നിലപാടിനെക്കുറിച്ച് ആര് എവിടെ ചർച്ച ചെയ്യും? ഇത് രാഷ്ട്രീയമല്ല, ഇത് കക്ഷി രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമാണല്ലോ മാധ്യമങ്ങളും പിന്നെ സാമാന്യ ജനങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമാണ്. അത് വേണം താനും. പക്ഷേ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നതും രണ്ടാണ്. ഇത് മാത്രമല്ല സാർ, ഇവരുടെ പരിപാടികൾ ആകെ ശ്രദ്ധിച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ ഇപ്പോൾ നമസ്തേ കേരളം എന്ന് പറഞ്ഞ രാവിലെ പരിപാടിയുണ്ട്. എന്തെങ്കിലും അബ്ജോദ് വിനു ആരെങ്കിലുമൊക്കെ വന്നിട്ട് നടത്തും. അതിനിടയ്ക്ക് വളരെ കാഷ്വലായിട്ട് ഒരു കമൻറ്റ്, ഇന്നസെൻ്റായിട്ട് തോന്നുന്ന ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകും. എല്ലാം BJP വിരുദ്ധമായിരിക്കും, അല്ലെങ്കിൽ മോദിക്കെതിരായിരിക്കും. ഇത് നിരന്തരമായി നടക്കുക. സാർ, ഇതിനൊരു ചരിത്രമുണ്ട്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, കൈരളി TV-യുടെ MD ആയിരുന്നു ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കൈരളി TV-യുടെ MD സ്ഥാനം ഒഴിയുന്നു. എന്നിട്ട് അദ്ദേഹം ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്തു. ഏഷ്യാനെറ്റിൻ്റെ MD ആയിരിക്കുന്നു. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഏഷ്യാനെറ്റ്, ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനെ ഏഷ്യാനെറ്റ് ഏറ്റെടുത്തു. അദ്ദേഹത്തിന് ഏഷ്യാനെറ്റിൻ്റെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നു എന്നൊക്കെ വലിയൊരു ഇമേജ് ഉണ്ടായി. അക്കാലത്ത് നടന്ന ഒരു വലിയ മാധ്യമരംഗത്തെ ഒരു വലിയ കുംഭകോണമുണ്ട്. അതായത് ജോൺ ബ്രിട്ടാസ് ഏഷ്യാനെറ്റിൽ ഒരുപാട് നിയമനങ്ങൾ നടത്തി. ഈ നിയമനങ്ങൾ മുഴുവൻ പഴയ SFIക്കാരെയാണ്. പഴയ SFIക്കാരെ മുഴുവൻ കുത്തി നിറച്ച് ഏഷ്യാനെറ്റ് എന്നുള്ള ചാനൽ ഉണ്ടാക്കി. അതിൻ്റെ ഫലം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് അദ്ദേഹം തിരിച്ച് കൈരളിയിലേക്ക് പോയി. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു ചാനലിനെ CPM വൽക്കരിച്ച് CPM-ൻ്റെ രണ്ടാമത്തെ ചാനലാക്കി മാറ്റിയിട്ട് കൈരളിയിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. അതിൻ്റെ കെടുതിയാണ് ഇന്ന് കേരളത്തിലെ BJP അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ ഓർക്കുന്നുണ്ടല്ലോ, BJPക്കാർ മനോരമയല്ല, കൈരളിയല്ല, 24 അല്ല, മാതൃഭൂമിയല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വർഷത്തോളം കയറാതിരുന്ന ചാനൽ ഏഷ്യാനെറ്റാണ്. അന്നും അതിൻ്റെ MD രാജീവ് ചന്ദ്രശേഖറായിരുന്നു. അന്നും അദ്ദേഹത്തിന് ഇടപെടാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ ഭയക്കുന്നത് ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ ഇവരുടെ ഈ പെൺപടയുണ്ടല്ലോ, ഈ വോട്ടുമ്മൽ ഗേൾസ്, ഇങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞു, ഇനി യാത്ര ചെയ്ത് തിരുവനന്തപുരത്തെത്തുമ്പോൾ ഇനി ചെയ്തോന്നറിയില്ല, രാജീവ് ചന്ദ്രശേഖരനെതിരെയും ഇതുപോലത്തെ സ്റ്റോറി ചെയ്യാൻ സാധ്യതയുണ്ട്. അത് BJP വിരുദ്ധ പ്രവർത്തനം ഒരു പ്രഖ്യാപിത നയമായി സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. അല്ല, കേരളത്തിലെ BJPയെ തകർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഒച്ചയെടുക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ്. ഇപ്പോൾ കേരളത്തെ രക്ഷിക്കാൻ
BJP വിളിക്കണം, മോദിയെ വിളിക്കണം എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പാർട്ടിയെ തകർക്കാൻ തുനിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിനെ നന്നാക്കാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ BJPക്ക് രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയാൻ തിരുവനന്തപുരത്തെ BJPക്കാർ തയ്യാറാവണം. അല്ലെങ്കിൽ അവർക്ക് രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷൻ്റെ അവസാന നിമിഷങ്ങളിൽ ഏഷ്യാനെറ്റിൻ്റെ ദുഷ്പ്രവണതകൾ ഞാൻ അവസാനിപ്പിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറെന്ത് പറയുന്നു? വേറൊരു പോയിന്റും കൂടിയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയെ അതിൻ്റെ ഓഡിറ്റിങ്ങിനെ പറ്റിയും അതിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചും എപ്പോഴും വാചാലമായിക്കൊണ്ടിരിക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ്. സോഷ്യൽ മീഡിയയിൽ ഉത്തരവാദിത്വമില്ലാതെ ആളുകൾ പറയും അത് ചെയ്യും ഇത് ചെയ്യുന്നു. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം നിർണ്ണയിക്കുന്നതിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിനെപ്പറ്റി ഒരു ഡോക്ടറൽ തീസിസ് വന്നിട്ടുണ്ട്. അത് IAS-ലുള്ള B. അശോകൻ്റേതാണ്. അശോകൻ്റെ രണ്ടാമത്തെ ഡോക്ടറേറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എമംഗ് ദ യൂത്ത് ഇൻ കേരള എന്നതാണ്. അതേപ്പറ്റി ഇന്ന് അതിൻ്റെ ഡോക്ടറേറ്റ് അവാർഡ് ചെയ്തതിനെപ്പറ്റി വിശദമായൊരു വാർത്ത ഇന്ന് ഒരു പത്രത്തിലുണ്ട്. എല്ലാ പത്രത്തിലും അദ്ദേഹത്തിന് വീണ്ടും ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞ് വാർത്തയുമുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ റെലവൻസ് ചിന്താശേഷിയുള്ള ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതേപ്പറ്റി ഗവേഷണ പ്രബന്ധങ്ങൾ വരുന്നു. അപ്പോഴാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയ അപവദിച്ചുകൊണ്ട് ഇത്തരം ദുരുപദിഷ്ട പ്രവർത്തനങ്ങൾ നടത്തും. അതെ, അതിന് സാർ കർണാടകയിൽ നിന്ന് രാജ്യസഭ MP ആയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അതെ അതെ, ഒന്നിലേറെ തവണ. അതിൻ്റെ പശ്ചാത്തലവും ഒന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം BJPയുടെ MP ആയി, കേന്ദ്രമന്ത്രിയായി. അദ്ദേഹം ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വോട്ട് ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പട്ടിണി കിടന്ന് അധ്വാനിച്ച് പണി കിടക്കുന്ന 100 കണക്കിന് വരുന്ന BJPയുടെ പ്രവർത്തകരാണ്. അവരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചാനൽ ഇങ്ങനെ താണ്ഡവമാടുമ്പോൾ അദ്ദേഹം അതിൽ ഇടപെടുന്നില്ലെങ്കിൽ അത് കേരളത്തിലെ BJP മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളെപ്പോലും അട്ടിമറിക്കുന്നതാണ്. രാജീവ് ചന്ദ്രശേഖരന് അല്പമെങ്കിലും ഉളുപ്പ് വേണം. തിരുത്തണം അദ്ദേഹം. ഒന്നുകിൽ അദ്ദേഹം ഈ ഇരട്ടത്താപ്പ് അവസാനം, അല്ലെങ്കിൽ അദ്ദേഹം ഏഷ്യാനെറ്റിനെ ഡിസോൺ ചെയ്യണം, തള്ളി പറയണം, എൻ്റെ ചാനലല്ല എന്ന് പറയണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കേരളത്തിലെ പാവപ്പെട്ട BJPക്കാരൻ്റെ ചോരയും നീരും കൊടുത്ത് പണിയെടുക്കുന്നവരെ ഇങ്ങനെ വഞ്ചിക്കരുത് രാജീവ് ചന്ദ്രശേഖർ. ഇക്കാര്യം അദ്ദേഹം തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി ശ്രദ്ധിക്കട്ടെ. തിരുവനന്തപുരത്തെ BJPക്കാർ ഇത് രാജീവ് ചന്ദ്രശേഖറിനോട് പറയണം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.